ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഭരതന്റെ നാട്യവും മോഹിനിയുടെ ആട്ടവും സുഭാഷിന്റെ തകർപ്പൻ പ്രകടനവുമായിട്ടുള്ള ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഇത് മോഹിനിയാട്ടം ഫസ്റ്റിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇറക്കിയത്. മോഹിനിയാട്ടം ഫസ്റ്റ് തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിൽ പോലും OTT ഇറങ്ങിയപ്പോൾ നല്ല ചിത്രം എന്നുള്ള പേര് നേടിയുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് അവർ ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. മോശമല്ലാത്ത ഒരു നല്ല ചിത്രമാണ്. തുടക്കത്തിൽ കുറച്ച് സമയം സിനിമയിലോട്ട് കയറുന്ന വരെ ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിലും അതിനുശേഷം സിനിമ എല്ലാത്തരം ആൾക്കാരെ ഒരുവിധം ചിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സൂപ്പർ പടം എന്നല്ല, നല്ലൊരു കൊച്ചു ചിത്രമാണ്. ആർക്കും ബോറടിക്കില്ല, നല്ലൊരു ചിത്രം കണ്ടിരിക്കാം എന്നുള്ള ഒരു. പിന്നെ കുട്ടികളുമായിട്ട് തിയേറ്ററിൽ പോകുന്നവരൊന്നും ശ്രദ്ധിക്കണം. ഒരു 12 വയസ്സ് 15 വയസ്സിന് മേളിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ധൈര്യസമേതം അവരെ കൊണ്ടുപോകാം. അല്ലാത്ത കുട്ടികൾക്കാകുമ്പം അവർ ഈ സിനിമയിലോട്ട് കയറാൻ കുറച്ച് പ്രശ്നമാണ്. അവർക്ക് ചിരിയൊക്കെ ഉണ്ടെങ്കിലും അവരെ ഇത് എൻഗേജ് ആക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെയുള്ളവർ കൂടുതലും ഞാൻ വാഴ 2നെ പ്രൊമോട്ട് ചെയ്യുകയല്ല. വാഴയ്ക്ക് പോവുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ, എൻ്റെ 6 വയസ്സുള്ള കുട്ടി മുതൽ ആ സമയത്ത്, കാരണം ഈ അവർക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, അവര് എൻഗേജ് ആയില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോകണം, മൂത്രം ഒഴിക്കാൻ പോകണം, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്കും ആ സിനിമ ആസ്വദിക്കാൻ കഴിയില്ലാണ്ട് പോവും. അപ്പൊ അങ്ങനെയാകുമ്പോൾ അങ്ങനെയുള്ളൊരു വാഴ 2ന് പോകുന്നതായിരിക്കും നല്ലത്. ഒരു 10-15 വയസ്സിന് മേളിലുള്ളവരാണെങ്കിൽ ധൈര്യസമേതം പോയിരുന്ന് സുഖമായിട്ടിരുന്ന് രസിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു കൊച്ചു ചിത്രമാണ്. ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. നമുക്കറിയാം മോഹിനിയാട്ടത്തിന്റെ സെക്കൻഡ് പാർട്ട് ഭരതനാട്യം എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് ഒരു കൊലപാതകവും അവരറിയാണ്ട് ചെയ്യുന്ന ഒരു കൊലപാതകവും ആ കൊലപാതകം മൂടി വെച്ച് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഇവരിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ആ കുടുംബത്തിന്റെ ശ്രമമാണ് ഈ സിനിമ പറയുന്നത്. അതിലവർ വിജയിക്കുമോ അതോ അവർ പരാജയപ്പെടുമോ, അവർ പിടിക്കപ്പെടുമോ, അവരെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതാണ് ഈ കൊച്ചു സിനിമ പറയുന്നത്. ഇതിനകത്ത് പ്രകടനങ്ങളാണ് എടുത്തു പറയേണ്ടത്. എല്ലാവരും നല്ല പ്രകടനമാണ്. സൈജു കുറുപ്പാണെങ്കിലും സുരാജ് വഞ്ഞാർ അവരവരുടെ റോളുകളിൽ അടിപൊളിയാക്കി. എനിക്ക് ഇതിനകത്ത് 2 പേരാണ് അടിപൊളിയായിട്ട് വന്നത്. ഒന്ന് നമ്മുടേതാ ബേബി ജിൻ, സൂപ്പർ ആക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡബ്ബിംഗ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രകടനമാണെങ്കിലും തകർപ്പനാണ്. നല്ലൊരു നടൻ. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കൊണ്ടുപോയത് ബേബി ജീനാണെന്ന് ഞാൻ തന്നെ പറയും. സൈജു കുറുപ്പിനേക്കാളൊക്കെ മേളിൽ നിൽക്കുന്ന കഥാപാത്രമാണ്. അതേപോലെ തന്നെ കലാരഞ്ജിനി ചേച്ചി, ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ ചില ഒന്നാമത്തെ സൗണ്ട്, ഇങ്ങനെ അടഞ്ഞ സൗണ്ടും ചില മാനറിസങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ചെയ്തു കൂട്ടുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. ഒന്നുമില്ല, തകർത്തു എന്ന് തന്നെ പറയാം. അതേപോലെ നമ്മുടെ ജഗദീഷ് ആണെങ്കിലും അദ്ദേഹത്തിനൊക്കെ കിടിലൻ റോളാണ്. അതേപോലെ തന്നെ നമ്മുടെ വിനയ് ഫോർട്ട്, ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം തകർപ്പൻ പ്രകടനമാണ്. സംവിധായകൻ ചെറിയൊരു കഥേനെ നല്ലൊരു തിരക്കഥയാക്കി മാറ്റി അത് നല്ല ഫ്രെയിമൊക്കെ വെച്ച് നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് തന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള എല്ലാം തന്നെ രസമുള്ളതാണ്. സോങ്ങുകളാണെങ്കിലും എല്ലാം, ആർട്ടാണെങ്കിലും എല്ലാം, ലൈറ്റിംഗ്, കളർ എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.